മെക്സിക്കോ സിറ്റിക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി ബംഗളൂരു മാറിക്കഴിഞ്ഞു. 2025 ടോം ട്രാഫിക് ഇൻഡെക്സ് റിപ്പോർട്ടിലാണ് IT നഗരമായ ബംഗളൂരുവിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഇടം നേടിയത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ തുരങ്കപാതകളും ഫ്ലൈ ഓവറുകളും നിർമ്മിക്കുന്ന തിരക്കിലാണ് സംസ്ഥാന സർക്കാർ. ബംഗളൂരുവിലെ ഗതാഗതക്കുരുക്ക് ലോക ശ്രദ്ധയാകർഷിക്കുമ്പോൾ ചർച്ചയാകുകയാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു വർഷം മുമ്പ് ഏർപ്പെടുത്തിയ ടോൾ സംവിധാനം. ന്യൂയോർക്ക് സിറ്റിയിലെ തിരക്കേറിയ റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തിയ തീരുമാനം തിരിച്ചടിയാകുമെന്ന ആരോപണം ആദ്യം ശക്തമായിരുന്നു. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. വാഹനങ്ങളുടെ എണ്ണം കുറയുകയും യാത്ര സുഗമമാവുകയും ചെയ്തു. റോഡുകൾ സുരക്ഷിതമാകുകയും പൊതുഗതാഗതം മെച്ചപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ തിരക്കേറിയ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ബംഗളൂരു, പൂനെ എന്നിവിടങ്ങളിലെ നഗര ആസൂത്രണ വിദഗ്ധർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ന്യൂയോർക്ക് സിറ്റിയിൽ നടപ്പിലാക്കിയത്. ന്യൂയോർക്ക് സിറ്റിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് അധികൃതർ കടന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടനിലെ പ്രധാന വ്യാപാര കേന്ദ്രത്തിലേക്ക് രാവിലെയും വൈകുന്നേരവും എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് 2025 ജനുവരി 5 മുതൽ ടോൾ ഈടാക്കുകയായിരുന്നു. തിരക്കേറിയ നഗരഭാഗത്തേക്ക് സ്വകാര്യ വാഹനം കൊണ്ടുവന്നാൽ ടോൾ നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഈ തീരുമാനത്തിലൂടെ. തീരുമാനത്തിന് ആദ്യം എതിർപ്പുണ്ടായെങ്കിലും അതിവേഗം ഫലം കണ്ടു തുടങ്ങി. ദിവസവും ഏകദേശം 73,000 വാഹനങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെ തിരക്കേറിയ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് കുറഞ്ഞു. ഒരു വർഷം കൊണ്ട് ഇത് ഏകദേശം 27 ദശലക്ഷമായി കുറച്ചു. ശരാശരി 11% കുറവാണുണ്ടായത്. അത്ഭുതകരമായ ഈ മാറ്റം നഗരത്തിലെ യാത്രാരീതിയെ തന്നെ മാറ്റിമറിച്ചു. മാൻഹട്ടനിലെ 60 സ്ട്രീറ്റിന് തെക്ക് ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രാവിലെ 5 മുതൽ രാത്രി 9 വരെ വാഹനങ്ങൾ $9 നൽകണം. രാത്രിയിൽ ഇത് $2.25 കുറയും. 2028 ഇത് $12 2031 ഇത് $15 വർദ്ധിപ്പിക്കും. EZ പാസ് ഇല്ലാത്തവർക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും. ട്രക്കുകൾക്ക് അധിക ചാർജുകൾ ഉണ്ടാകും. ടാക്സികൾക്കും ഊബർ പോലുള്ള ടാക്സി സർവീസുകൾക്കും ഓരോ യാത്രയ്ക്കും $1.50 വരെ ടോൾ ഈടാക്കും. വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ പ്രദേശത്തെ വ്യാപാരം വർദ്ധിച്ചായി ന്യൂയോർക്ക് സിറ്റി ഗവർണർ കാതി ഹോംചുൽ ഒരു വർഷം മുമ്പ് പറഞ്ഞിരുന്നു. തിരക്കേറിയ പ്രദേശങ്ങളിൽ വാഹനം പ്രവേശിപ്പിക്കുന്നതിന് ടോൾ ഈടാക്കിയെന്ന സിമ്പിൾ മാർഗമാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ തീരുമാനം ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുകയും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയും ചെയ്തു. സിംഗപ്പൂരിൽ 1975 സ്റ്റോക്ക്ഹോമിൽ 2007 മിലാനിൽ 2012 ലണ്ടനിൽ 2003 ഈ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു നടപ്പിലാക്കി. ഈ നഗരങ്ങളിലെല്ലാം ട്രാഫിക് സുഗമമാവുകയും വായു ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്തു. 2026 ജനുവരി 6 റിപ്പോർട്ടുകൾ പ്രകാരം ദിവസവും ലക്ഷക്കണക്കിന് വാഹനങ്ങൾ മാൻഹട്ടനിലെ തെരുവുകളിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് പറയുന്നുണ്ട്. തിരക്കേറിയ ഈ ഭാഗത്തേക്ക് ആളുകൾ വാഹനങ്ങളെ പ്രവേശിപ്പിക്കുന്നത് കുറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ പൂർണ്ണമായും സബ്വേയിലേക്ക് മാറിയതായും മറ്റു ചിലർ ഉയർന്ന ടോൾ ഒഴിവാക്കാൻ പുലർച്ചെയോ രാത്രി വൈകിയോ യാത്ര ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ടോൾ ഏർപ്പെടുത്തിയതോടെ റോഡുകളിൽ വാഹനങ്ങൾ കുറയുകയും തിരക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങൾ കുറഞ്ഞതോടെ മാൻഹട്ടനിലെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിലേക്കുള്ള യാത്ര സുഗമമായി. ബംഗളൂരുവും പൂനെയും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 നഗരങ്ങളിൽ ഉൾപ്പെടുന്ന നഗരങ്ങളാണ്. പുതിയ ഫ്ലൈ ഓവറുകൾ, സിഗ്നൽ രഹിത കോറിഡോറുകൾ, വീതി കൂടിയ റോഡ് എന്നിവ ഉണ്ടായിട്ടും ബംഗളൂരുവിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ന്യൂയോർക്ക് സിറ്റി മാതൃകയിലുള്ള നിർദ്ദേശം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠനങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.